കൃത്യമായ ഒരു ദിശാബോധം കൂടി ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റിലേക്ക് മാറും എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ട്രെയിനിങ് തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പോ ഇന്നത്തെ ട്രെയിനിങ്ങിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിനിത് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണമെന്നാണ് അറിയേണ്ടത്. അയാള് ഉച്ചത്ത് ചോദിച്ചു, ഹൂ ആർ യു, ആരാണ് നിങ്ങൾ? ചോദ്യം നമ്പർ 2, വേർ ആർ യു ഗോയിങ്, എങ്ങോട്ടാ പോണത്? ഈ രാജകൊട്ടാരത്തിലെ എനിക്ക് പരിചയമില്ലാത്ത ആരാണ് നീ, എങ്ങോട്ടാ പോകുന്നത്? സത്യത്തിൽ രാജാവ് ഞെട്ടിപ്പോയി. ആ ചോദ്യം രാജാവിനോട് ചോദിച്ചു, ആരാണ് ഞാൻ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് ആ രാജാവിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അതിനുശേഷം അയാൾ മാറുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ആ ഭടന്റെ 2 ചോദ്യം കഴിഞ്ഞു എന്നാണ് കഥ. അത്രേ ഉള്ളൂ. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഹു ആർ യു? ഈ ഇൻഡസ്ട്രിക്കകത്ത് ആരാണ് നിങ്ങൾ? വേർ ആർ യു ഗോയിങ്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ എത്തേണ്ട സ്ഥലം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ എത്തുന്നിടം വരെ പോകാനുള്ള ഉദ്ദേശത്തിലാണോ ഇറങ്ങിയത്? നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. എവിടേക്കാണ് പോകുന്നത് എന്ന് നിശ്ചയിക്കാതെ ഒരു യാത്ര നിങ്ങൾ തുടങ്ങരുത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ടൗണിൽ എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പാണ് ഒരു ബസ് വരുന്നത്. അപ്പൊ ചാടി ആ ബസ്സിന് കൈ കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ബസ്സിന്റെ മുമ്പിൽ ബോർഡില്ല, എങ്ങോട്ടാ പോകുന്നത് അതിൽ എഴുതി വെച്ചിട്ടില്ല. ആ ബസ്സിൽ നിങ്ങൾ ആരെങ്കിലും കയറാൻ സാധ്യതയുണ്ടോ? അപ്പോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി പറയാതെ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ കയറി നിൽക്കാൻ സാധ്യതയുണ്ടോ? എന്റെ കൈ പിടിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പോകുന്നത് ശരിയായ പാതയിലാണെന്നും വിജയത്തിലേക്കാണ് എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ വിജയം ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കൈ പിടിക്കാൻ നമ്മുടെ വാഹനത്തിൽ കയറാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. നമ്മളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സിന് വേണ്ടത് എന്താണ്? ആദ്യം നെറ്റ്വർക്ക് ആണെന്നാണ് പലരുടെ അഭിപ്രായം. ഒരു പണക്കാരനാവാൻ ആദ്യം വേണ്ടത് എന്താണ്? പണാണെന്നാണ് ഒരു പൊതു അഭിപ്രായം. എന്നാ എന്റെ അഭിപ്രായം അങ്ങനെയല്ല. നിങ്ങളുടെ സമ്പന്നനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പണമല്ല, ആദ്യം വേണ്ടത് പണക്കാരന്റെ ഒരു മനോഭാവമാണ്. പണക്കാരന്റെ മനോഭാവം അല്ലാതെ, സമ്പന്ന മനോഭാവം ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് സമ്പന്നനായി ജീവിക്കാനാവില്ല. നിങ്ങൾ ആന്തരികമായി ദരിദ്രനാണെങ്കിൽ ഒരിക്കലും ബാഹ്യമായി സമ്പന്നനാവാനാവില്ല. ഒരുപക്ഷെ ഇന്ന് ബാഹ്യമായി നിങ്ങൾ എത്ര ദരിദ്രനായാലും ആന്തരികമായി നിങ്ങൾ സമ്പന്നനാണെങ്കിൽ തീർച്ചയായും നാളുകളിൽ നിങ്ങൾ സമ്പന്നനായി മാറും. നിങ്ങൾ എന്ത് ചിന്തിച്ച് ജീവിക്കുന്നോ അത് തന്നെ നിങ്ങളെ തേടി വരും. ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട്, യത് ഭാവ തത് ഭവതി. നിങ്ങൾ എന്ത് ഭവിക്കുന്നു പ്രതീക്ഷിക്കുന്നോ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് സമ്പന്നായി മരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തന്നെ നിങ്ങളെ തേടി വരും. അതല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഞാൻ നരകിച്ചേ മരിക്കൂ, ഞാൻ ദാരിദ്ര്യമേ മരിക്കൂ,
ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, കൊള്ളാത്തവളാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും സംഭവിക്കുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതിനെ ബ്രിട്ടീഷുകാരൻ പേര് മാറ്റി ലോസ് ഓഫ് അട്രാക്ഷൻ എന്നാക്കിയിട്ടുണ്ട്. ഭഗവത്ഗീത പറയുന്നത് തന്നെയാണത്. ആകർഷണ നിയമം. നിങ്ങൾ എന്തിനെ ആകർഷിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ സമ്പന്നതയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ സമ്പന്നതയും, ദാരിദ്ര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ദാരിദ്ര്യവും നിങ്ങളെ തേടി വരും. നിങ്ങൾ ആരോഗ്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആരോഗ്യവും, അവശതയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അവശതയും, രോഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ രോഗവും നിങ്ങളെ തേടി വരും. ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പേ ഒരു ചെറുപ്പക്കാരനായ സിനിമ നടൻ, അവൻ അഭിനയിച്ച സിനിമയിലെ ഒരു ക്യാൻസർ പേഷ്യന്റായി അവൻ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റായി അഭിനയിക്കുകയായിരുന്നില്ല, ഒരു ക്യാൻസർ പേഷ്യന്റിനെ പോലെ ജീവിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ ക്യാൻസർ പിടിച്ചു മരിച്ചു എന്ന. അതിനെ ആകർഷിച്ചാൽ അതടുത്തേക്ക് വരും. ആരോഗ്യത്തെ ആകർഷിക്കാനും സമ്പത്തിനെ ആകർഷിക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുമ്പേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് നെറ്റ്വർക്ക് അല്ല ആദ്യം വേണ്ടത്, ആറ്റിറ്റ്യൂഡ് എന്നാ പറഞ്ഞത്. അതിന് എക്സാമ്പിളായി പറഞ്ഞത്, സമ്പന്നാവാൻ സമ്പത്തല്ല വേണ്ടത്, സമ്പന്നതയുള്ള ഒരു മനോഭാവം വേണമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇതിനകത്തുള്ള പല ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞ, എന്നാൽ എന്നെ ആദ്യമായി ശ്രമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ, ഇതിനേക്കാൾ മികച്ച ഇത് മനസ്സിലാക്കി തരാൻ ഇതിനേക്കാൾ മികച്ച ഒരു എക്സാമ്പിൾ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കൽ കൂടി ആ കഥ ഞാൻ പറയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പുഴയെടുത്ത് നിന്ന് അങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചൂണ്ടയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ചൂണ്ടയിൽ എന്തോ ഒരു മീൻ കുടുങ്ങി. അയാള് ചൂണ്ട വലിച്ച് പുറത്തേക്ക് ഇട്ടപ്പോൾ വലിയ മീനാണ്. ആ വലിയ മീനിനെ ചൂണ്ടയിൽ നിന്ന് പരിക്കൊന്നും പറ്റാതെ പുറത്തേക്ക് എടുത്തതിന് ശേഷം അയാൾ ഒന്നുകൂടി നോക്കി, ഇതൊരു വലിയ മീനാണ്. അതിനെ പുഴയിലേക്ക് തന്നെ അയാൾ തിരിച്ചു പറഞ്ഞയച്ചു. വീണ്ടും അതേ ഇരവിട്ട് കാച്ചക്കുന്ന സമയത്ത് വീണ്ടും എന്തോ കുടുങ്ങി വലിച്ചിട്ട് നോക്കിയപ്പോ അതൊരു ചെറിയ മീനാണ്. വേഗം അതിനെ ചൂണ്ടയിൽ നൂരിയിട്ട് അയാളെ കൊട്ടയിലേക്ക് വിട്ടു. അടുത്തത് വലിയ മീനെ കിട്ടി, അതിനെ പുഴയിലേക്ക് ഇട്ടു. ചെറുതിനെ കിട്ടി, കൊട്ടയിലേക്ക് ഇട്ടു. വലുതിനെ കിട്ടി, പുഴയിലേക്ക് ഇട്ടു. ചെറുതിനെ കിട്ടി, കൊട്ടയിലേക്ക് ഇട്ടു. ഇത് കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരനെ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് വിവരക്കേടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ മീനിനൊക്കെ എടുത്ത് പുഴയിലേക്ക് ഇടുന്നത്, ചെറുതിനെ എടുത്തിട്ട് കൊട്ടയിലേക്ക് ഇടുന്നു. അപ്പൊ ആള് പറഞ്ഞത്, നിനക്കത് പറയാം, എന്റെ വീട്ടിലെ ചട്ടി ചെറുതാണ്. ചെറിയ ചട്ടിയിലേക്ക് വലിയ മീൻ കിട്ടിയിട്ട് കാര്യമില്ല. അതായത് നമ്മുടെയൊക്കെ ഈ ദാരിദ്ര്യം പിടിച്ച ചട്ടി മാറ്റിയാൽ മാത്രമേ ജീവിതത്തിൽ സമ്പന്നത വരുള്ളൂ എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ നിങ്ങളുടെ നാട്ടിലൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന സമയത്തോ പോയി തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഒരു ലോട്ടറി എടുത്തിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ലോട്ടറി അടിച്ചു. പക്ഷേ 2, 3, 4, 5 വർഷം കഴിഞ്ഞ് ഈ ലോട്ടറി അടിച്ച ആളുകളെ കുറിച്ചൊരു പഠനം നടത്തി നോക്കുമ്പോൾ ആ ലോട്ടറി അടിച്ചൊരു 95% ആളുകളും പണ്ടത്തെ പോലെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. കയ്യിലേക്ക് പണം വന്നു, പക്ഷെ നിന്നില്ല. കാരണം ആന്തരികമായി ദരിദ്രനാണെങ്കിൽ അയാളുടെ സമ്പത്ത് നിലനിൽക്കില്ല. ആ സമ്പത്ത് നിലനിർത്തണമെങ്കിൽ സമ്പന്നതയുള്ള ഒരു മനസ്സ് വേണം. നെറ്റ്വർക്കുകൾക്ക് വേണ്ടത് പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്ത് കണ്ടാലും അതിനെ പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു മനോഭാവം. അതല്ലാതെ കഴിവോ അറിവോ അല്ല. ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് അയാളുടെ അറിവോ കഴിവോ അല്ല, മറിച്ച് ഏതൊരു കാര്യത്തോടും അയാളുടെ സമീപനം, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ മനോഭാവം, അതാണ്. അത് ഐസ്ബർഗ് പോലെയാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഐസിന്റെ ഒരു 90% വെള്ളത്തിനടിയിലേക്ക് വയ്ക്കും, 10% മാത്രമേ പുറത്ത് നമ്മൾ കാണാറുള്ളൂ. അതേപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ആളുകൾ വെറും 15% ആളുകൾ മാത്രമേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുള്ളൂ. 85% ആളുകളും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളാണ്, നെഗറ്റീവ് ആകർഷിക്കുന്നവരാണ്. നെഗറ്റീവ് സംസാരിക്കാൻ, നെഗറ്റീവ് കാണാൻ, നെഗറ്റീവ് വായിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്.
അതുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളും നമ്മുടെ TV ചാനലും ഒക്കെ ഭൂരിഭാഗം നെഗറ്റീവ് ന്യൂസുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ അറിവോ കഴിവോ അല്ല, മറിച്ച് മനോഭാവം. ആ മനോഭാവം മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ആദ്യം നടത്തേണ്ടത്. എന്ത് കണ്ടാലും അതിനകത്തൊരു പോസിറ്റീവ് കാണാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അത് അത്ര എളുപ്പത്തിലുള്ള പണിയല്ല. കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് മാറി ചിന്തിക്കാമെന്ന് തോന്നുമെങ്കിലും ഇത്രയും കാലം ജീവിച്ച ജീവിത രീതിയിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറണമെങ്കിൽ മനഃപൂർവ്വം മാറിയേ പറ്റൂ എന്ന ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാവണം. എന്ത് കണ്ടാലും അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്, എന്ത് കണ്ടാലും അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ട്. ലോകത്ത് പൂർണ്ണതയുള്ള ഒന്നും തന്നെ ഇല്ല എന്നാ പറയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്നാണ് പൂർണ്ണചന്ദ്രൻ. ആ പൂർണ്ണചന്ദ്രനകത്ത് പോലും ഒരു കളങ്കമുണ്ട് എന്ന് പറയപ്പെടും. എല്ലാം തികഞ്ഞ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞത് അന്വേഷിച്ച് നടക്കുന്നതും വിവരക്കേടായി. പക്ഷേ ഉള്ളതിനകത്ത് ഏറ്റവും മനോഹരമായി സംതൃപ്തിപ്പെടാൻ, ഉള്ളതിലെ ഏറ്റവും നന്മ മാത്രം നോക്കിക്കാണാൻ, അതിനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ആളുകള് ശരിക്കും വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും അവന് ശ്രമിക്കുമ്പോൾ നടക്കാതെ പോകുന്നതുകൊണ്ടല്ല, അവൻ ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ്. നോട്ട് ഓവർ വെൻ യു ലൂസ്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമയത്തല്ല, ഇറ്റ്സ് ഓവർ വെൻ യു ക്വിറ്റ്. നിങ്ങൾ എപ്പോ വേണ്ട നോക്കുന്നോ അപ്പൊ പരാജയപ്പെടുന്നത്. ഒരു തവണ പരീക്ഷ തോൽക്കുമ്പോ അല്ല, ആ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ എന്നെ കൊണ്ട് നടക്കില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു ജില്ലാ കളക്ടറുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഒരു ക്യാമ്പസിൽ എന്തോ ഇനാഗ്രേഷൻ വിളിച്ച സമയത്ത് അയാൾ പറയാണ്, ഞാൻ IAS എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ 3 തവണ തോറ്റു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. അങ്ങനെ 4ാമത് ഞാൻ IAS പാസ്സായി, ഇന്ന് കളക്ടറായി. ഇപ്പോ കളക്ടറായി എന്നെ പല സ്ഥലങ്ങളിലേക്കും ഉദ്ഘാടനത്തിന് വിളിക്കുന്ന സമയത്ത് ആരും പറയാറില്ല 3 തവണ തോറ്റ കളക്ടർ എന്നാരും പറയാറില്ല. ആ വിജയത്തോടെ ആ എല്ലാ പരാജയങ്ങളും മായ്ച്ചു കളയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേപോലെ ഏത് റാങ്ക് അനുസരിച്ചാലും ആഗ്രഹിച്ചാലും, ഏത് നേട്ടങ്ങൾ ആഗ്രഹിച്ചാലും, അത് കിട്ടിയത് പോകുന്ന സമയത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അത് നേടുന്നവരെ എഫേർട്ട് ഇടാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ആ നേട്ടം നമ്മളെ കയ്യിൽ വരാതിരിക്കില്ല. ലോകപ്രശസ്തനായ ട്രെയിനർ, ഇന്നും ജീവിക്കുന്ന ഇതിഹാസം, അദ്ദേഹം ഒരു മനോഹരമായ ഒരു കൊട്ടേഷൻ ചെയ്തു. ശിവഖേര എന്ന് പറയുന്ന ആ മനുഷ്യൻ യുക്കാൻ എന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ച ഏറ്റവും മനോഹരമായ ഒരു വാചകമാണത്. വിന്നേഴ്സ് നെവർ കിറ്റ്, കിറ്റേഴ്സ് നെവർ വിൻ. വിജയിച്ചവരൊന്നും വിട്ടുകൊടുത്തവനല്ല, വിട്ടുകൊടുത്തവരൊന്നും വിജയിച്ച ചരിത്രവും ഇല്ല. സോ നെവർ കീപ് ദ ഓപ്പർച്യൂണിറ്റി. ഒരിക്കലും ഈ അവസരം വിട്ടുകൊടുക്കാതിരിക്കുക. ആരെതിർത്താലും, ആര് പരാതി പറഞ്ഞാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആര് കളിയാക്കിയാലും, എനിക്ക് ബോധ്യപ്പെട്ടതെന്ന്, എന്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ടത്, അത് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച വളർച്ച ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി വളർന്ന് പന്തലിക്കാൻ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു, 1 പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും 2 നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ട്രെയിനിങ് കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഞാൻ ഇവിടെ പറയുന്നതിന് ഒരു പ്രസക്തി ഉണ്ട്. കാരണം ഇന്നലെ അല്ല, മിനിയാന്ന് നെക്സസ് എന്നൊരു പ്രോഗ്രാം കഴിഞ്ഞു. ആ നെക്സസ് കഴിഞ്ഞ സമയത്ത്
ഒരു കൂട്ടരുടെ മുഖം ഇടതുഭാഗത്തുള്ളതും ഒരു കൂട്ടരുടെ മുഖം വലതുഭാഗത്തുള്ളതുമില്ല. ഒന്ന് ചാർജ് പോയവർ റ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ട് ചാർജ് കയറിയവൻ യു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ നിരത്തി നിർത്തി ചോദിക്കൂ, എന്താണ് ഈ പ്രോഗ്രാം അഭിപ്രായം? കുറെ ആൾ പറയും, എന്റെ അമ്മു പ്രവീൺ സാറെ സ്പീച്ച് ഒടുക്കത്തെ വിഷൻ, അപാര മോട്ടിവേഷൻ. മോഹൻ സാറെ സ്പീച്ച് അതിലേറെ മോട്ടിവേഷൻ. മൊബീൻ സാറെ സ്പീച്ച് അതിലേറെ മോട്ടിവേഷൻ. ഒരുപാട് സാധാരണക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കണ്ടു ഞാൻ വിശ്വസിച്ചു. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അത് കണ്ട് ഫുൾ ഓഫ് എനർജിയിൽ സക്സസ് ആവുമെന്ന് ഉറപ്പിച്ചവർ എന്ന ഒരു കൂട്ടര് ഉള്ള ചാർജും പോയവർ. ഭക്ഷണം കിട്ടിയില്ല, സീറ്റ് കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, ഇഷ്ടം പോലെ പരാതികൾ. അതിലൊന്നും ഞാൻ കുറച്ചു കാണാൻ ആളല്ല. പക്ഷേ ഇന്നലത്തോടു കൂടി ഞാൻ ഈ പണി നിർത്തി എന്ന് പറയുന്നവരെയും ഇന്നലത്തോടു കൂടി ഞാൻ ശരിക്കും ഇതാ തുടങ്ങി എന്ന് പറയുന്നവരുണ്ട്. നിർത്തുന്നവരെ അവസാനത്തെ ദിവസവും തുടങ്ങുന്നവരുടെ ആദ്യ ദിവസവുമായിരുന്നു ഇന്നലെ. പ്രോഗ്രാം കഴിഞ്ഞു. ഇന്നലെ കുറെ ആള് നിർത്താനെടുത്ത തീരുമാനവും കുറെ ആൾക്കാർ തുടങ്ങാനെടുത്ത തീരുമാനവും. ഒരു 4-5 വർഷം കഴിയുന്ന സമയത്ത് അറിയാം ഈ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം എന്തായിരുന്നു. അനുഭവിച്ചത് എല്ലാവരും ഒരേപോലെയാണ്. ഈ പരാതി പറഞ്ഞ ആൾക്ക് ഭക്ഷണം കൊടുത്ത അതേ ഭക്ഷണ ഞങ്ങൾക്ക് കിട്ടിയത്, പലരും കിട്ടിയിട്ടില്ല. അതേ ചൂടിൽ നിന്നുകൊണ്ടാ കഴിച്ചത്, അതേ ഫീലിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വിജയികൾക്ക് നോക്കാനുള്ളത് അനുകൂലമായ സാഹചര്യത്തെക്കുറിച്ചും അച്ചീവ്മെന്റ്സിനെ കുറിച്ചും, അല്ലാത്തവർക്കോ നിർത്താനുള്ള കാരണങ്ങളൊന്നും. ഈ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം പങ്കെടുത്ത് പരാതി പറഞ്ഞ ആരെങ്കിലും കുറിച്ച് വേദനിപ്പിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്. ആ സാഹചര്യം എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് മാത്രമേ സക്സസിലേക്ക് പോകാൻ പറ്റുള്ളൂ, ആ യാത്ര സുഗമമാവുള്ളൂ. അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അത് മാത്രം നിങ്ങൾ നോക്കുക. ഒരുപക്ഷെ ലോകത്ത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്ന് കേട്ട് ആ സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്താനും കൊണ്ടുപോകാനും വേണ്ടി അത് അന്വേഷിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ബർത്തലോമേസ് ഡയസ്. അയാള് ആ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയുള്ള യാത്രയിൽ ദക്ഷിണാഫ്രിക്ക മുനമ്പെത്തിയ സമയത്ത് അവിടെ വലിയ കൊടുങ്കാറ്റായിരുന്നു. ആ കൊടുങ്കാറ്റ് വന്നപ്പോ ഇനിയൊരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല, സാഹചര്യം അനുകൂലമല്ല, കാലാവസ്ഥ അനുകൂലമല്ല, അതുകൊണ്ട് ഈ പണി എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. ആ തിരിച്ചു പോകുമ്പോ ആ നശിച്ച മുനമ്പിന് അയാൾ പേരിട്ടു കേപ്പ് ഓഫ് സ്റ്റോംസ്, കൊടുങ്കാറ്റിന്റെ മുനമ്പ്. അതിനെ അതിജീവിക്കാനാവില്ല, എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുന്ന ഒരു മുനമ്പ്. അതാണ് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് പറയുന്നത്. കാലങ്ങൾക്ക് ശേഷം വേറെ ചെറുപ്പക്കാരൻ അതേപോലെ പായ്ക്കപ്പലുമായി യാത്ര തുടങ്ങി. അവൻ ആ സാഹചര്യം നോക്കി, ഈ കൊടുങ്കാറ്റുകൾ അനുകൂലമാവുന്ന ഒരു സമയത്ത് നോക്കി നിന്നു. എന്നിട്ട് അതേ മുനമ്പിലേക്ക് വന്ന് കയറുമ്പോ അവൻ അനുകൂലമായ നല്ല കാറ്റ് കിട്ടി. ആ കാറ്റിന്റെ ആനുകൂല്യത്തിൽ അവൻ വേഗത്തിൽ യാത്ര ചെയ്ത് അവൻ ലക്ഷ്യസ്ഥാനത്തെത്തി. എന്നിട്ട് അതേ മുനമ്പിന് അവനൊരു പേരിട്ടു, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പ്രതീക്ഷയുടെ മുനമ്പ്. ഒരാൾക്ക് തടസ്സമായ മുനമ്പും മറ്റവന് പ്രതീക്ഷയായ മുനമ്പും ഒന്ന് തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ മുനമ്പിനെ, ആ കാലാവസ്ഥയെ
എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് ലൈഫിലെ സക്സസ്. കൊടുങ്കാറ്റ് നിലച്ചതല്ല. കാലാവസ്ഥ അനുകൂലമാകാൻ കാത്തിരിക്കുക, ആ അനുകൂലമായ കാലാവസ്ഥയെ മനോഹരമായി ഉപയോഗപ്പെടുത്തുക. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കൂട്ടർക്ക് നിർത്താനുള്ള കാരണവും ഒരാൾക്ക് തുടങ്ങാനുള്ള കാരണവും ഒരു ദിവസം തന്നെയാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സക്സസിന്റെ പാതയുള്ള ഒരു പെയിൻ ആണെന്ന് മനസ്സിലാക്കുക. നോ പെയിൻ നോ ഗെയിൻ. വേദന ഇല്ലാതെ നേട്ടമില്ല. ലോകത്ത് വേദനിക്കാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാനാവില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ ലീഡേഴ്സിന്റെയും മുഖത്ത് റാ ഇല്ല, യു മാത്രം. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി അതിനെ നേരിട്ട് കൊണ്ട് നിൽക്കുക. തടസ്സങ്ങളും പ്രയാസങ്ങളും ഒരേപോലെ തന്നെ, പക്ഷേ അതിനെ അതിജീവിക്കുന്നതിലാണ് വ്യത്യാസം തുടങ്ങുന്നത്. അപ്പോ ഈ കഴിഞ്ഞ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നെക്സസ് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ കുതിപ്പിന്റെ തുടക്കമായി മാറാൻ, വലിയൊരു കുതിപ്പ് തരാൻ ആ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. 10-12,000 ആളുകളെ ഒരേ സമയത്ത് ഇതേപോലെ അണിനിരത്തി ഒരു പ്രോഗ്രാം നടത്താൻ നമുക്കല്ലാതെ ആർക്കെ നടക്കുക? ഇതേപോലെ 10-12,000 എണ്ണത്തിന് വിളിച്ചാൽ കിട്ടാൻ ഈ കമ്പനിക്കല്ലാതെ കേരളത്തിൽ ഏത് കമ്പനിക്കാ നടക്കുക? ആ സ്റ്റേജിലേക്ക് MD വന്ന വരവ് കണ്ടോ? അങ്ങനെ ഒരു എൻട്രി സ്വപ്നം കാണാൻ ഏത് കമ്പനിക്ക് അവിടെ നടക്കുക? അയാളെ സ്പീച്ച് കേട്ടോ, ആള് പറഞ്ഞെന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2-3 കണ്ടന്റ് ഞാൻ പറയട്ടെ. ഒന്ന്, നിങ്ങൾക്ക് ഇന്നുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണം ഞാൻ വർദ്ധിപ്പിക്കും. 6 ഉൽപ്പന്നം വെച്ച് തുടങ്ങിയ കമ്പനിയാ, ഇന്ന് 100 ചില ഉൽപ്പന്നങ്ങളായി. അത് 2030 ആകുമ്പോഴേക്കും 1000 ഉൽപ്പന്നങ്ങളാക്കി തരാം എന്ന് പറഞ്ഞ പിക്കപ്പ് സെന്ററുകളെല്ലാം സൂപ്പർ മാർക്കറ്റുകളായി മാറും. ഇന്നത്തെ വലിയ പിക്കപ്പ് സെന്ററുകൾ, നമ്മളെ ഗോഡൌണുകളൊക്കെ ഹൈപ്പർ മാർക്കറ്റുകൾ വളരേണ്ടി വരും. 5 വർഷം കൊണ്ട് നമ്മളെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കൂടെ വീണ് പോകുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ഞാൻ ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആക്സിഡന്റ് കവറേജ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അത് പോരാ, നാച്ചുറൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിലും ആ കുടുംബത്തിനെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സഹായം വേണ്ട. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി നേരിട്ട് എൻ്റെ ഒരു ലീഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു ഡെത്ത് സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു തുക അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോ പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ആന ജീവിച്ചാലും ചെരിഞ്ഞാലും പന്തീരായിരുന്നു. ജീവിച്ചാലും വരുമാനം തരും, മരിച്ചാലും കുടുംബത്തിലേക്ക് വരുമാനം കൊടുക്കും കമ്പനിയിൽ നിന്ന്. അങ്ങനെ പറയുന്ന എത്ര മാനേജ്മെന്റിനെ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുണ്ട്? ഇൻഷുറൻസിന്റെ ആനുകൂല്യം കൊണ്ടല്ല, പെട്ടിയിൽ ഉണ്ടാക്കിയ കാശിന്റെ അടുത്ത് എണ്ണി കൊടുക്കുന്നു. അതാണ് എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തത്. കൂടെ നിൽക്കുന്ന കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ള മാനേജ്മെന്റ്. പറഞ്ഞില്ലേ, ഓരോ ലീഡേഴ്സ് വീട് പോയ സമയത്ത് ആ കുടുംബത്തിലേക്ക് 20 ലക്ഷം 30 ലക്ഷം കൊടുക്കുന്നതിന് മടിയില്ലാതെ കൊടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഫെസിലിറ്റി കൊടുത്തില്ലെങ്കിൽ ആരാ ചോദിക്കാനുള്ളത്? ഈ നോമിനേഷൻ ഫെസിലിറ്റി കൊടുത്തില്ലെങ്കിലും ആളുകൾ വിശ്വസിക്കും. ഒരു ലീഡർ നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് കൊടുത്ത വരുമാനം വഴി കമ്പനിയായി മാറൂലേ? അങ്ങനെ എത്ര കമ്പനികൾ നടന്നു കഴിഞ്ഞു? ലീഡേഴ്സ് മരിച്ച സമയത്ത് ആ ഇൻകം കമ്പനിയിലേക്ക് പോയത്. ആ സമയത്ത് ആ ഇൻകം ആ കുടുംബത്തിലേക്ക് അത് നിരന്തരമായി എത്തിക്കുകയും അതേ സമയത്ത് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരു തുക മാറ്റിവെക്കാൻ കൂടി തയ്യാറാവുന്ന ഒരു മാനേജ്മെന്റ്. കമ്പനികളൊക്കെ മത്സരിക്കാൻ പോകുന്ന സമയത്ത് കേരളത്തിലും ഇന്ത്യയിലൊക്കെ പൂർണ്ണമായി നിയമപരമായി ഈ ഓപ്പർച്യൂണിറ്റി മാറുമ്പോൾ വിദേശത്ത് ഇഷ്ടം പോലെ കമ്പനികൾ മത്സരിക്കാൻ വരുമ്പോൾ അവരെടുത്ത് കുറഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് പറയാണ് ആഴ്ചക്ക് 2-10 അല്ല 4-10. തവണ വാഷ് ഔട്ട് ആ സമയത്ത് ഇങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട്. ആ വിഷമവും കമ്പനി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ കൂടെ ചേർത്ത് മുഴുവനും ചേർത്ത് പിടിക്കുന്ന ഒരു മാനേജ്മെന്റ്
ആ കമ്പനിയുടെ വിഷൻ അതൊന്നും കേൾക്കാതെ, ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും ചേർന്ന് നിൽക്കാതെ അവിടെ ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ലെന്ന് പറയണ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒത്തിരി വെസ്റ്റന്റ് ഒക്കെ ഉണ്ട്. രാത്രി തിരിച്ചു വരുമ്പോ എന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ബസ് പോയതുകൊണ്ട് ഒരു ഹോട്ടലിന് മുമ്പിലും കൃത്യവും ഭക്ഷണം കിട്ടിയില്ല. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ തലമുറ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് പ്രവീൺ സാർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ വഴി എത്രയോ കുടുംബത്തിൽ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു നേരം ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ വഴി നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനത് അവസരം ഉണ്ടല്ലോ. അതിലാണ് ഞാൻ ആവേശം കൊണ്ടത്. അവിടെ വിളമ്പിയ ബിരിയാണി തയ്യുന്നതും തയ്യാത്തതും അല്ല. എന്നെ വിശ്വസിച്ച് വന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് 3 നേരത്തെ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടപ്പോ. സ്വാഭാവികമായും ചെറിയ പ്രയാസമുള്ള ആളുകൾ അത് മറന്ന് മാറ്റിവെച്ച് നമ്മൾ കേൾക്കുന്ന ഭാഗവും കാണുന്ന ഭാഗവും ഒന്നും തിരിച്ചാൽ അതെല്ലാം റെഡിയാവും. റെഡിയാക്കണം, വിട്ടു പോകരുത് എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക. ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് പ്രധാനമായും 4 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള തയ്യാറെടുപ്പ് വേണം. ഒന്ന് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായും റിക്രൂട്ട്മെന്റ് ആണ്. പോസിറ്റീവായി കമ്പനിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, നേടിയവർക്കൊപ്പം നടക്കാൻ തീരുമാനിച്ചു. അവർ നേടിയതെല്ലാം ഞാൻ നേടും. അവൻ തുടങ്ങിയ ഇത്തിരി നേരത്തെയാണ്, ഞാൻ ഇത്തിരി വൈകിയാണ്. അവരെത്തുന്ന ശേഷം ഞാൻ എത്തുള്ളൂ. ബാലുശ്ശേരി 8 മണിക്ക് എടുത്ത ബസ് കോഴിക്കോട് എത്തുന്നത് 9 മണിക്കാണെങ്കിൽ 8:30 എടുത്ത ബസ് 9:00 എത്തണോ? നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്തത്, ലേറ്റ് ആയിട്ട് എത്തുമല്ലോ. ആ എത്താൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് റിക്രൂട്ട്മെന്റ് ആണ്. ആളുകൾ മുഴുവൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയാം. ചിലവർ ചെയ്യും, ചിലവർ ചെയ്യില്ല. ചെയ്തില്ലെങ്കിലോ ഗോ ഫോർ നെക്സ്റ്റ്. അവൻ നോ എന്ന് പറയൂ, നമ്മള് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അവന് വേണ്ടവൻ ഇവിടെ നാട്ടിൽ വേറെ ഉണ്ട്. അവസരങ്ങൾ ഒരിക്കലും പാഴാവില്ല. ഒരാൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറ്റൊരാൾ ഉപയോഗിക്കും. അപ്പോ ഒരാൾ പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ അടുത്ത ആൾ പറയാം. ഇത് പറഞ്ഞുകൊണ്ടേ റീപർച്ചേസ് നടത്തുക. എന്റെ വീട്ടിൽ ഒരു ജലദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ കഫിലെ കുടിക്കൂ. എന്റെ വീട്ടിൽ ഗ്യാസിന്റെ അസിഡിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലിവഗേനെ കഴിക്കൂ. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾ, എന്റെ വീട്ടിലൊരു പൊള്ളലോ മുറിവുണ്ടെങ്കിൽ ഞങ്ങൾ വൂണ്ടിയില്ലെങ്കിൽ വരട്ടു. അത് ഡോക്ടർ എഴുതി കഴിഞ്ഞ് ക്രീം ഉണ്ടെങ്കിൽ ആ പേരങ്ങോട്ട് മാറ്റി വെച്ച് എന്റേത് പുരട്ടാനുള്ള ധൈര്യം. നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ മുറിവും പൊള്ളലൊക്കെ പറ്റുന്ന സമയത്ത് ഏറ്റവും പേടി നമുക്ക് അവരുടെ പേരില്ല. അപ്പോ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഡോക്ടർ പറയുന്നത് വരട്ടാ എന്ന്. ചിലപ്പോ ഈ പ്രൊഡക്റ്റിൽ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്ത വീട്ടിലെ ഭാര്യ, ഭർത്താവോ ആരെങ്കിലുമൊക്കെ പറയും. ആ സമയത്ത് എന്റെ കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് സ്നേഹമുള്ള, വിശ്വാസമുള്ള ഉൽപ്പന്നമാണ് എന്റെ വൂണ്ട് ഹീലിംഗ്, അത് തന്നെ പറ്റുള്ളൂ. വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കില്ല. അടുത്തത് റീടെൻഷൻ. റീടെൻഷൻ, വന്ന ആളുകളെ നിലനിർത്തൽ. ഓക്കെ,
ഒന്ന് ഞാൻ വിശദമായി പറയാം. എന്താണ് റിക്രൂട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ സത്യത്തിൽ സെല്ലിംഗ് ദ ഓപ്പർച്യൂണിറ്റി, ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുന്നത്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കച്ചവടം, ഒരു ബിസിനസ് അതൊരാൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം കൊടുക്കാൻ നിയമപരമായി ഇന്ത്യയിൽ നടക്കില്ല. അപ്പൊ സ്വാഭാവികമായും മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം അവർ കൊടുത്തിരിക്കണം. ഓപ്പർച്യൂണിറ്റി പ്ലസ് പ്രോഡക്റ്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിക്കൊപ്പം ഉൽപ്പന്നം കൊടുക്കുക. ഓരോ ഉൽപ്പന്നത്തിന് ഒരു താല്പര്യമില്ല. ഉൽപ്പന്നം ഏതായാലും പ്രശ്നമില്ല. ചില കമ്പനികൾ 22,000 പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ, 12,000 പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഉൽപ്പന്നം എന്താണെന്ന് നോക്കാറ് പോലും ഇല്ല. നേരത്തെ ടൂർ പാക്കേജുകൾക്ക് കൊടുത്തുകൊടുക്കുന്നത്. ചിലൊരു പാക്കേജ് സാധനങ്ങളില്ല, ഓപ്പർച്യൂണിറ്റി മാത്രമോ, അത് ഇല്ലീഗലാ. ഇവിടെ വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി സെല് ചെയ്യണം. നിങ്ങളെ കൂടെ വന്ന ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണോ? അങ്ങനെ നിങ്ങളെ കൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്ന സമയത്താണ് നാളെ ഞാനും നിങ്ങളും ഇല്ലാതെ പോകുന്ന സമയത്ത് കുടുംബത്തിൽ നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുന്നത്. നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പൾസറി ആയും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി സെല് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. ഹൈലൈറ്റ് ചെയ്യുന്ന എപ്പോഴും ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. ചില ആളുകൾ ഇരുന്നിട്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, മൊത്തം പ്രൊഡക്റ്റ് 10 പ്രൊഡക്റ്റ് പറയുമ്പോഴേക്കും 1.5 മണിക്കൂറാവും. അതിന് പകരം ഓപ്പർച്യൂണിറ്റി, എങ്ങനെ ബിസിനസ് പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെ പണം ഉണ്ടാക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കണം. ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായി പ്രൊമോട്ട് ചെയ്താൽ നോമിനേഷൻ ഫെസിലിറ്റി നിങ്ങൾ കുടുംബത്തിന് ആസ്വദിക്കാൻ വേണ്ടി കഴിയും. ഇല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതെ നിങ്ങൾ ഉൽപ്പന്നം മാത്രം വിറ്റാൽ നാളെ നിങ്ങളില്ലാത്ത സമയത്ത് കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കാൻ ഒരു കുട്ടി പോലും ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ടാവില്ല. രണ്ടാമത് റീപർച്ചേസ്. റീപർച്ചേസ് നടക്കണമെങ്കിൽ പ്രൊഡക്റ്റ് മാത്രം കൊടുത്താൽ പോരാ, പ്രൊഡക്റ്റിന് കൂടെ ഒരു നോളജ്. എന്തിന് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കണോ? എന്തിന് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ? എന്തിന് നമ്മളെ വൂണ്ട് ഹീലിംഗ് ഉപയോഗിക്കണോ? എന്തിന് നമ്മളെ ലിവേഗൻ ഉപയോഗിക്കണോ? എന്തിന് നമ്മുടെ ഓരോ ഉൽപ്പന്നം ഉപയോഗിക്കണം എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ 1000 ചില ഉൽപ്പന്നങ്ങളുമായി നമ്മളെ കമ്പനി നാളെ മാറുമ്പോൾ നമ്മുടെ നാട്, നിങ്ങൾ ഓരോ ഹോം ടൗണിലും നമ്മുടെ മിനി ഷോപ്പുകളോ സൂപ്പർ മാർക്കറ്റ് പോലുള്ള നമ്മളെ ഷോപ്പുകൾ വരുന്ന സമയത്ത് ആളുകൾ കടയിൽ കയറി സാധനം എടുത്ത് പോകും. നാട്ടിൽ ഇഷ്ടം പോലെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്. എന്തിന് നമ്മളത് ഉപയോഗിക്കണോ? ആ ഒരു വിദ്യാഭ്യാസം എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഹാംഫുൾ ആയിട്ടുള്ള അതിന്റെ മേലുള്ള ക്ലോസറ്റിന്റെ മേലുള്ള ബാക്ടീരിയ മാത്രമേ കൊല്ലുള്ളൂ. വേസ്റ്റ് ദ്രവിപ്പിക്കുന്ന അനറോബിക് ബാക്ടീരിയ എന്ന് പറയുന്ന നല്ല ബാക്ടീരിയ കൊല്ലില്ല. അപ്പൊ അതിന് കൂടെ നോളജ്, പ്രൊഡക്റ്റിന് കൂടെ നോളജ് കൊടുത്താൽ അവർ റീപർച്ചേസ് ചെയ്യും. അവർ ഓർമ്മ ഉണ്ടാവും, ഓ മറ്റേത് ഒഴിച്ചു കഴിഞ്ഞാൽ ടാങ്ക് കിടക്കുന്ന ബാക്ടീരിയ ചത്തു, അത് വേണ്ട, MID തന്നെ വേണം. നിങ്ങൾ 10 ദിവസം കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉൽപ്പന്നം കൊടുത്ത് പഠിപ്പിച്ച, ഉൽപ്പന്നത്തിന് ഗുണനിലവാരം പഠിപ്പിച്ച കസ്റ്റമർ അവൻ നമ്മുടെ ഷോപ്പുകളിൽ ചെന്ന് സാധനം വാങ്ങിച്ചോളൂ. അപ്പൊ പാസീവ് ഇൻകം കിട്ടും, വീട്ടിൽ കിടക്കുമ്പോൾ വരുമാനം കിട്ടും. എന്തിന്? ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ചില ലീഡേഴ്സ്, ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ചില ടീമുകൾ, നമ്മുടെ ടീമിൽ അങ്ങനെ ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നത് ഭാഗ്യവശാല്. 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ട്, 50,000 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് ചില ആൾക്കാർ പ്രൊഡക്റ്റ് കട്ടിലടി കിടക്കണത്. എന്തേ പ്രൊഡക്റ്റ് കട്ടിലടി കിടക്കുന്നത്? ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അയാൾക്ക് അറിയില്ല. അത് എന്തിനാ ഉപയോഗിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ വെറുതെങ്കിൽ സംയുക്തെടുത്ത് തേച്ച് കുളിക്കൂലേ അയാള്? ആ നമ്മുടെ പേസ്റ്റ് എടുത്ത് പല്ല് തേക്കൂലേ? നമ്മളെ സോപ്പ് ഉപയോഗിക്കൂലേ? നമ്മൾ ലിവഗൻ ഉപയോഗിക്കൂലേ? വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ വുമൺ കമ്പൈൻ ആവശ്യം ഉണ്ടാവൂലേ? പോട്ടെ, അടുത്ത അയൽവാസിക്ക് കൊടുക്കാൻ എന്തായാലും കട്ടിലടി കിടന്ന് നശിക്കില്ലേ? ആ നശിക്കുന്നതിന് പോരോ
അടുത്ത അയൽവാസിക്ക്, അടുത്ത സുഹൃത്തുക്കടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നല്ലൊരു സാധനം കൊണ്ടുപോയിക്കോളി, ഇങ്കി വിൽക്കാനാവില്ല, കൊണ്ടുപോയിക്കോളി, എന്നാലും കട്ടിലടി കിടന്ന് നശിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെ അയാൾ ഒരു കുട്ടിയോട് പറയില്ലേ, അടുത്ത അയൽവാസിയോടും പറയില്ലേ? കാരണം എന്താ? അയാൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു നോളജ് കൊടുത്തിട്ടില്ല. പ്രോഡക്റ്റ് പ്ലസ് നോളജ് ഇസ് ഈക്വൽ ടു യുവർ പാസീവ് ഇൻകം. പാസീവ് ഇൻകം ആണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഉൽപ്പന്നം കൊടുത്ത് പിന്നെ അങ്ങോട്ട് പോകാണ്ട് ഒരു സാധനം വാങ്ങുമ്പോൾ ഇൻകം കിട്ടുന്നതല്ലേ പാസീവ് ഇൻകം എന്ന് പറയാ? നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇൻകം കിട്ടുന്നതല്ലേ പാസീവ് ഇൻകം എന്ന് പറയാ? നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പ്രൊഡക്റ്റ് പോയി വാങ്ങിക്കും. അപ്പൊ പാസീവ് ഇൻകം കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റിനുള്ള നോളജ് കൊടുക്കണം. അപ്പൊ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആദ്യം, പ്രൊഡക്റ്റ് രണ്ടാമത്. റീപർച്ചേസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ആദ്യം, നോളജ് രണ്ടാമത്. അങ്ങനെ വന്നാൽ നാളെ നിങ്ങൾ ഇന്ന് ഉൽപ്പന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അതേ ഉൽപ്പന്നം അന്വേഷിച്ച് ഏടെ നമ്മുടെ ഷോപ്പുള്ളത് അവിടെ പോയി സാധനം വാങ്ങിച്ചു കൊടുക്കും. അടുത്ത റീറ്റെയിലിംഗ്, ഉൽപ്പന്നം വിൽക്കണോ? ഫസ്റ്റ് റിസൾട്ട് ദെൻ ദ പ്രോഡക്റ്റ്. അത് റിസൾട്ട് പറയണോ? കവചപ്രാവശ്യം തുമ്മല് മാറിയിട്ടുണ്ട്, ശ്വാസം അവിടെ മാറിയിട്ടുണ്ട്, ഇവിടെ മാറിയിട്ടുണ്ട്, 95 കഴിച്ചിട്ട് ഓടിപ്പോയ മനുഷ്യൻ എഴുതി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സ്ട്രോക്ക് വന്ന് എഴുതി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീട് കയറി സാധനം വിറ്റ് പോകുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് റിസൾട്ടാ. ആദ്യം റിസൾട്ട് പറഞ്ഞേ പ്രൊഡക്റ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം അവന് ഓപ്പർച്യൂണിറ്റി അറിയില്ല, ഓപ്പർച്യൂണിറ്റി പറഞ്ഞില്ല. അപ്പോ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? റീപർച്ചേസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? റീറ്റെയിലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റീറ്റെയിലിംഗ് എന്തിനാ ചെയ്യുന്നത്? അത് ആക്റ്റീവ് ഇൻകം ആണ്. റിസൾട്ട് പറയാ, പ്രൊഡക്റ്റ് കൊടുക്കുക, പൈസ ഉണ്ടാക്കുക. ആ സ്പോട്ട് പൈസ. രാവിലെ താമരശ്ശേരി ബാലുശ്ശേരിക്ക് വണ്ടി കയറാനുള്ള വണ്ടിക്കൂലി മാത്രം കയ്യിൽ വെച്ച് തിരിച്ചു പോകാനുള്ള പൈസ എന്റെ കയ്യിലെ പ്രൊഡക്റ്റ് ആണെന്ന് വിശ്വസിച്ച് ഇറങ്ങി ഇത്ര ആളുകളുണ്ട്. റീറ്റെയിലിംഗ് അത് ദിവസത്തേക്ക് ചെലവ് കഴിയാൻ വേണ്ടി റീറ്റെയിൽ ചെയ്തു, വൈകുന്നേരം വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടത് എന്തോ അത് വാങ്ങി വരുന്ന ആളുകളുണ്ട്. അതാ റീറ്റെയിലിംഗ്. അപ്പോ റിക്രൂട്ട്മെന്റ് നിങ്ങളുടെ നോമിനേഷൻ ഫെസിലിറ്റി ഉറപ്പിക്കാനും, റീപർച്ചേസ് നിങ്ങളുടെ പാസീവ് ഇൻകം ഉറപ്പിക്കാനും, റീറ്റെയിലിംഗ് നിങ്ങളുടെ ആക്റ്റീവ് ഇൻകം ഉറപ്പിക്കാനും. ഇത് മൂന്നും എന്തിനാണ് ചെയ്തു വെക്കുന്നത്, ചെയ്യുന്നതെന്ന് ഒരു വ്യക്തത വേണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി റീടെൻഷൻ. വന്ന ആളുകളൊക്കെ നിലനിർത്തുക. ചില ആളുകൾക്ക് ഏത് റാങ്കിൽ നിന്ന് മീറ്റിംഗ് വിളിച്ചാലും ഒരേ എണ്ണം ആളുകൾ ഉണ്ടാവുള്ളൂ പങ്കെടുക്കാൻ, മറ്റൊരാൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കൊഴിഞ്ഞു പോലും തീരുമാനം എടുത്തോണ്ട് ഞാൻ വിട്ടുപോയിട്ടില്ല. പുതിയ ആളെ കൊണ്ടുവരുന്നു, പുതിയ ആളെ കൊണ്ടുവരും, വേണ്ടാത്ത പറയുന്നില്ല. റിക്രൂട്ട്മെന്റിനകത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യവും, കൂടെ വന്നവരെ നിലനിർത്താൻ, അവരെ നിയന്ത്രിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലില്ല. ആകെയുള്ള ആയുധവും സ്നേഹവും ശ്രദ്ധയും മാത്രം. അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അവരൊന്നും നമ്മള് ഇൻകം കൊടുക്കുന്നില്ലേ? ഇൻകം നമ്മളല്ല കൊടുക്കുന്നത്, കമ്പനി കൊടുക്കുന്നത്. പ്രോഡക്റ്റ് കമ്പനിയെ കൊടുക്കുന്നത്, സർവീസ് കമ്പനിയെ കൊടുക്കുന്നത്, പോറണ്ടൂർ കമ്പനിയെ കൊണ്ടുവന്നത്, എല്ലാം കമ്പനിയെ കൊടുക്കുന്നത്. നമ്മളതിന്റെ ഇടനിലക്കാർ മാത്രമാണ്. അപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ചെറിയ കഥ ഓർമ്മപ്പെടുത്തിയാൽ എങ്ങനെയാണ് ആളെ കൂടെ വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾക്ക് കിളികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാള് കാട്ടിൽ പോയി ഒരു കിളിയെ പിടിച്ചോണ്ട് വന്നു. എന്നൊരു കൂട്ടിലിട്ട് വളർത്തി, കാശ് കൊടുത്ത് പാലും പഴവും ഒക്കെ വാങ്ങി ആ കിളിക്ക് അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ കിളി ഇണങ്ങിയോ എന്നറിയാൻ വേണ്ടി ഒന്ന് കൂട് നോക്കി. അതൊരൊറ്റ പറക്കല് അത് കാട്ടിലേക്ക് പോയി. കൊടുത്ത പാലും പഴവും ഒക്കെ നഷ്ടം, അതങ്ങനെ വഴിക്ക് പോയി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇനി പറന്നു പോകുന്ന കിളിയെ വേണ്ട, കാട്ടിൽ പോയി ഒരു അണ്ണാനെ പിടിച്ചോണ്ടു പോകും, അണ്ണാരെ കണ്ണനെ. എന്നിട്ട്
അതിന് പാലും പഴവും കൊടുത്ത് വളർത്തി. 4 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കി കൂട് തുറന്നപ്പോ അവൻ ഓടി മരത്തിൽ കയറിപ്പോയി. അപ്പൊ ഒരു കാര്യം തീരുമാനിച്ച്, ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ വളർത്തണ്ട. അണ്ണാനോട് മരത്തിൽ കയറി എന്നെ പുറകെ കൂടെ എന്നെ കൊണ്ടാവില്ല, പറക്കണ കിളിയിൽ പുറകെ പോകാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് എത്ര വളർന്നാലും എന്നെ വിട്ടു പോകില്ലെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ആഗ്രഹം ഉള്ളിൽ കിടക്കട്ടെ കേട്ടാ. കിളിനെ വളർത്തുന്നതിന് എപ്പോഴും കാണണം, അണ്ണാനെ വളർത്തുന്നതിന് എപ്പോഴും കാണണം. അയാള് ഇത് കൂടെ നിൽക്കുന്നത് വീടിന് മുമ്പിൽ ഒരു മരത്തൈ നട്ടു. ഇനി ദിവസവും ഇഷ്ടംപോലെ വെള്ളവും വളവും കൊടുത്തു. ആ മരം പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചു. ഇന്നലെ പറന്നുപോയ കിളിയും ഓടിപ്പോയ എണ്ണാനും അതേ മരത്തിൽ ഒന്ന് കൂട് കിട്ടി. അവയ്ക്കുള്ള ഇര അവരെ തന്നെ നേടിക്കൊള്ളൂ. ഇയാൾക്ക് കാണാനാണെങ്കിലോ അയാളുടെ പറമ്പിൽ അയാളുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. നിങ്ങളെ കൂടെയുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഇര അവര് തന്നെ തേടിക്കോളൂ. എന്നാ നിങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടുകയും ചെയ്യും. ഒന്നും മുടക്കാതെ ആസ്വദിക്കണോ, അതല്ലെങ്കിൽ ബാധ്യത ഉണ്ടാക്കി വെച്ച് ആസ്വദിക്കണോ? ഒന്നും മുടക്കാതെ എത്രയും ആസ്വദിക്കാവുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റികൾ ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ്. അതിന് ഏറ്റവും മികച്ച കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതൊന്ന് വേഗത്തിലാക്കാൻ ഏതാ ഈ റിക്രൂട്ട്മെന്റും ഈ റീറ്റെയിലിങ്ങും റീപർച്ചേസും ഒക്കെ ഒന്ന് സ്പീഡാക്കാൻ അതിന് ചില അവസരങ്ങൾ ഉണ്ടായിത്തരിക. അങ്ങനെ ഒരു 3 സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 2025 ജൂലൈ മാസം 12-ാം തീയതി നമ്മൾ ഇപ്പൊ ഡേറ്റ് കണ്ടത്. ചിലപ്പോ അങ്ങോട്ടും ഒരു ദിവസം മാറി വരും, ഹാള് കിട്ടിയിട്ടില്ല. എന്തായാലും ജൂലൈ 2nd വീക്കിൽ ഒരു വലിയ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 1500-2000 പേര് പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. മിനിമം ബ്രോൺസ് ആയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ, പുതിയ ആൾക്കില്ല. എൻട്രി മിനിമം ബ്രോൺസ് അബവ് വേണം. അപ്പൊ ആ പ്രോഗ്രാമിൽ കയറണമെങ്കിൽ മിനിമം ബ്രോൺസ് ആവണം. ആ പ്രോഗ്രാമിൽ DTCകൾ ഏറ്റവും മികച്ച റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ട്. DTCക്ക് ഏറ്റവും മികച്ച റെക്കഗ്നൈസേഷൻ. ഇപ്പൊ DTC നിൽക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ആ റെക്കഗ്നൈസേഷൻ ഉറപ്പ്. ഇനി ഇവരെ ഈ DTC ZTCയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്നാലും അവരെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് DTC ആണ് എന്നുള്ളതുകൊണ്ട് DTC റാങ്കിൽ അവർ റെക്കഗ്നൈസ് ചെയ്യുകയും ഏർലി ബേർഡ്സ്, നേരത്തെ മുമ്പേ പറന്ന പക്ഷികൾ എന്ന നിലയിൽ ഈ കൂടുതൽ ഏറ്റവും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്നവർ എന്ന നിലയിൽ നിങ്ങൾ ടീമിന് മുമ്പ് പരിചയപ്പെടുത്തു. അതായത് ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ ഹോളിലെ മുഴുവൻ DTCകളെയും മുത്തുക്കുടയുടെയും ചെണ്ടമേളങ്ങളുടെയും സഹായത്തോടെ, ചിങ്കാരി മേളത്തിന് അകമ്പടിയോടുകൂടി, വലിയ ലീഡേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി അവരെ സ്റ്റേജിലേക്ക് ആനയിച്ച് സ്റ്റേജ് കൊണ്ടുപോയിരുത്തി നിർത്തി അതിനകത്ത് DTCയിൽ നിന്ന് ZTCയിലേക്ക് മാറിയ ആളുകളെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിർത്തി ഇവരാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷികളെന്ന് എല്ലാവരും മുമ്പ് കാണിച്ച് ഒന്ന് ചിങ്കാരി മേളം ഒന്നും മുഴക്കും. അപ്പോ നിങ്ങൾ ടീം പറയാം, കണ്ട നമ്മളെ ലീഡറെ കണ്ട, അത്ര വേഗത്തിൽ പോകുന്ന ലീഡറെ കൂടെ ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മളുള്ളത് ഭാഗ്യവശാൽ. കരുത്തന്മാർക്ക് കരുത്തന്മാരെ കൂടെ കൈകോർക്കാനാ താല്പര്യവും. നന്നായി ചെയ്യുന്നവൻ ആഗ്രഹിക്കുന്നവന് നന്നായി ചെയ്യുന്നവർ കൂടെ ചേരാനാ താല്പര്യവും. ഞാനാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് ഒരു DTCക്ക് പറയാതെ പറയാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞ് DTCക്ക് ഒരു ട്രെയിനിങ്. DTC റാങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ എന്താണ്, നിങ്ങൾ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾക്കൊരു ടാർഗറ്റ്. അടുത്ത 3 മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസം 11-ാം തീയതി ZTC സെലിബ്രേഷൻ. 3 മാസം കൊണ്ട്, ഒരു മാസം 2.5 ലക്ഷം വോളിയം വെച്ച് 3 മാസം കൊണ്ട് 7 ലക്ഷം വോളിയം ചെയ്ത് എല്ലാ DTCകളെ ZTCയിലേക്ക് മാറ്റുക. DTCയിൽ കിട്ടിയതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മേലുള്ള റെക്കഗ്നൈസേഷൻ. അത് കഴിഞ്ഞ DTCക്ക് ഒരു ട്രെയിനിങ്. അത് കഴിഞ്ഞ അടുത്ത ടാർഗറ്റ് അടുത്ത 4 മാസം. ഒരു മാസം 2.5 ലക്ഷം തന്നെ ഓടിയാൽ മതി. 4 മാസം കഴിയുമ്പോൾ
ഫെബ്രുവരി 14 നമ്മൾ ഡേറ്റ് കണ്ടത്, ഇതിനകത്ത് ഡേറ്റ് കാണിക്കാത്തത് ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ടാണ്. ഫെബ്രുവരി 14, 2026 STC സെലിബ്രേഷൻ, S for സക്സസ്, STC സെലിബ്രേഷൻ. ഈ പ്രോഗ്രാമിനൊക്കെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ട്രെയിനിങ് എടുക്കുന്ന ഏറ്റവും മികച്ച കുറച്ച് ലീഡേഴ്സിനെ ഞാൻ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. നമ്മളിത് ട്രെയിനേഴ്സിലായിട്ടല്ല, നമ്മുടെ ടീമിനകത്തുള്ള പല ലീഡേഴ്സിനെ ട്രെയിനിങ് കേൾക്കാൻ മറ്റു ടീമിൽ കൊതിച്ചു നിൽക്കുന്നത് അതെനിക്കറിയാം. പക്ഷേ നമ്മളത് സ്ഥിരം കേൾക്കുന്നതാണല്ലോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് ഈ കൂടുതൽ സെറ്റാക്കുണ്ടാവും. DTCയിലും ZTCയിലും STCയിലും ഒക്കെ സെറ്റാക്കുണ്ടാവും. അവരെ കൊണ്ടുവരും. ഇനി കോമ്പറ്റീഷന്റെ കാലഘട്ടമല്ല, കൊളാബറേഷന്റെ കാലഘട്ടം. പരസ്പരം മത്സരിച്ച് മല്ലടിച്ച് വീഴല്ല, പകരം കൂട്ടിപ്പിടിച്ച് വിജയിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുള്ള ആ ഒന്നിന്റെ കഥയില്ലേ, 9, 8 ഒറ്റടി അടിക്കിട്ട് വെട്ടി വെച്ചു. എന്തിനാ അടിച്ചത്? അപ്പൊ 9 ഞാൻ വമ്പന ഞാൻ അടിക്കും. അപ്പൊ 8 അടിച്ചു 7, 7 അടിച്ചു 6, 6 അടിച്ചു 5, 5 അടിച്ചു 4, 4 അടിച്ചു 3, 3 അടിച്ചു 2, 2 അടിച്ചു 1, 1 അടി കിട്ടിയപ്പോ 1, 2 അടിച്ചു. എന്തിനാണ് അടിച്ചേ? അപ്പുറം ഞാൻ വലിയവനാ, ഞാൻ അടിക്കും. ആ തിരിഞ്ഞിപ്പുറം നോക്കിയപ്പോ ഒരു വേലയില്ലാത്ത പൂജ നിൽക്കുന്നത്. അടിക്കാൻ തോന്നിയില്ല അവന്, ചേർത്ത് പിടിച്ചു. അപ്പോ 1 10ആയി, 9നേക്കാൾ വലുതായി. ഇനി കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ. നാട്ടിൽ സാധാരണ വ്യാപാരികൾ, വ്യവസായികൾ, കച്ചവടക്കാർ മുഴുവനും വലിയ മത്സരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ കസ്റ്റമേഴ്സിനെ മൊത്തം ഓരോ ടൗണിലേക്ക് ഇറക്കാൻ വേണ്ടി വ്യാപാരികൾ ഒരുമിച്ച് ചേർന്ന് വ്യാപാര ഉത്സവങ്ങൾ, മുക്കം ഫെസ്റ്റ്, താമരശ്ശേരി ഫെസ്റ്റ്, ബാലുശ്ശേരി ഫെസ്റ്റ്, വ്യാപാരികൾ ഒരുമിച്ച് ചേർക്കുക. ഏത് കടയിൽ കയറി ഒരു കസ്റ്റമർ സാധനം വാങ്ങിക്കുകയാണെങ്കിലും അവർക്ക് സമ്മാന കൂപ്പൺ, നറുക്കെടുത്താൽ എല്ലാവരും ചേർന്ന് ഗിഫ്റ്റ് കൊടുക്കും. പരസ്പരം മത്സരം നിർത്തി, പകരം ചേർത്ത് പിടിക്കലായി. ആ ഒരു ചേർത്ത് പിടിക്കലിന്റെ തുടക്കം നമ്മൾ കുറിച്ചു കഴിഞ്ഞു. മറ്റ് ടീമിലൊക്കെയുള്ള പ്രധാന ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്താനും നമ്മൾ ലീഡേഴ്സിന്റെ ഐക്യം ഉറപ്പുവരുത്താനും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. ഞാനും ശൈലേഷ് സാറും സുബീർ സാറും ബിജു BK, ശ്രീധര സാറും, അത് കഴിഞ്ഞ CTCകൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിട്ട് ഒറ്റ പോക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുന്നും പിന്നും നോട്ടല്ലാത്ത പോക്ക്. എനിക്കറിയാം അങ്ങനെ മൂവ്മെന്റ് മുമ്പിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് എന്റെ കൂടെയുള്ള ITCകളും CTCകളും ഒറ്റക്കെട്ടായി മുമ്പോട്ടാണെങ്കിൽ കേരളത്തിൽ പകരം വെക്കാൻ വേറെ ടീമില്ല. എനിക്കറിയാം. ഐ വിൽ ഷോ യു. ഞാൻ കാണിക്കും. ഈ വരുന്ന ഫെബ്രുവരി കഴിയട്ടെ. ഈ വരുന്ന 10 മാസക്കാലം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കും ടീമിനകത്ത്. അങ്ങനെ ഫെബ്രുവരിയിൽ STC സെലിബ്രേഷൻ കഴിഞ്ഞാൽ ഒരു ഫോറിൻ കൺവെൻഷൻ. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തായ്ലൻഡ് ട്രിപ്പ്, ബാങ്കോക്കിൽ വെച്ച് നമ്മുടെ STC ആൻഡ് അബോവ് ലീഡേഴ്സിന്റെ ഒരു കൺവെൻഷൻ. ഷെയറിംഗ് ആണ്. കുറച്ച് പൈസ STCയും കുറച്ച് പൈസ ലീഡേഴ്സും ഒക്കെ എടുക്കും. എന്നാലും ശരി, പോണം ഒന്ന് വിദേശത്തേക്ക്. അങ്ങനെ ചില വിദേശ ട്രിപ്പുകളും ഈ കൂട്ടത്തില് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നേരെ ചൊവ്വെ ചെയ്തു പോയാൽ തീർച്ചയായും നിങ്ങളുടെ ഒക്കെ റാങ്കുകൾ 100% മാറി എന്ന് ഞാൻ ഉറപ്പുവരുത്തു. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്കിത് വഴി കിട്ടിയ എല്ലാ നേട്ടങ്ങളും എന്റെ കൈ പിടിച്ചോട് വാങ്ങിച്ചു കൊടുക്കണോ. അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അവർ കിട്ടിയ എല്ലാ നേട്ടങ്ങളും തൊട്ട് താഴ്ന്നവർ കൊടുക്കണോ. ഇങ്ങനെ തട്ടായി അവർ കിട്ടിയ നേട്ടങ്ങൾ കൈമാറപ്പെടുമ്പോ നമുക്കൂടെ ചേർന്നവരെല്ലാം സക്സസ് ആവുന്ന ഒരു ദിവസം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇനി റീപർച്ചേസ് നിങ്ങൾ നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം 155ാമത്തെ മാസം, 2 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച ബാക്കിയുണ്ട്. ആ 55 മുതൽ 60 വരെ 6 മാസം ഒരാള് എല്ലാ മാസവും ഒരു 1000 രൂപയുടെ സാധനം കമ്പനിയിൽ വാങ്ങണമെന്ന കമ്പനിയുടെ ആഗ്രഹം. അതൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ZTC വരെ 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ എല്ലാ
മാസവും വാങ്ങിക്കുന്ന കമ്പനിയുടെ ആഗ്രഹവും. പുതിയ ആൾക്കാരുടെ ആഗ്രഹം മാത്രമേ പറയാനുള്ളൂ. ലീഡേഴ്സിനോടൊക്കെ നിബന്ധന വെക്കാറുണ്ട്, നിങ്ങൾ ആയിരത്തിന് വാങ്ങിക്കണം. അങ്ങനെ എല്ലാ ലീഡേഴ്സും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ കമ്പനി പറയാണ് ഈ 1000-ന് പകരം 5000-ന് വാങ്ങിക്കുന്ന, ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് എത്രയാണോ ഒരു മാസം വാങ്ങേണ്ടത്, 1000 വാങ്ങേണ്ടവരുണ്ട്. STC ലീഡേഴ്സിന് 1500 RTC ലീഡേഴ്സിന് അതിൽ കൂടുതൽ 2000-2500 ഉണ്ടാവും. അതിന്റെ 5 മടങ്ങ് നമ്മൾ പുതിയ ആളുകൾ എടുക്കുക. ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ, എന്നെ ശ്രമിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു ZTC വരെയുള്ള ലീഡേഴ്സ് 1000 രൂപയുടെ മിനിമം പർച്ചേസ് ആണ് ഒരു മാസം നടത്താൻ വേണ്ടി കമ്പനി ആഗ്രഹിക്കുന്നത്. അതിന് പകരം 5000 രൂപയുടെ റീപർച്ചേസ് നടത്തുന്ന ആൾക്ക് 6 മാസം അത് തുടർച്ചയായി ചെയ്താൽ 30,000 രൂപയുടെ പർച്ചേസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ 15% എക്സ്ട്രാ ഫ്രീ പ്രൊഡക്റ്റ് ആയി തരാം എന്ന് കമ്പനി പറയുന്നത്. ഇപ്പൊ ഓൾറെഡി എന്റെ ടീമിനകത്ത് വീക്കിലി ഒരാഴ്ചയിൽ 10,000 രൂപയ്ക്ക് മേലെ റീറ്റെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ആരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആരുടെ പേര് വിട്ടുപോകുമ്പോ അതൊരു ടീം വൈസ് ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നൊരു തോന്നല് ആരുടെ മനസ്സിൽ വരണ്ട. പക്ഷെ ഈ ഒരു സമയത്തും എന്റെ മനസ്സിൽ ഓർമ്മയില്ല 10,000-ന് മേലെ റീപർച്ചേസ് എല്ലാ ലീഡേഴ്സിനെയും അഭിനന്ദിക്കാൻ, ഹൃദയം തൊട്ട് അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അത് അവർക്കറിയാം ആരൊക്കെയാന്നുള്ളത്. അങ്ങനെ 10,000-ന് മേലെ ഓരോ ആഴ്ചയിലും റീപർച്ചേസ് നടത്തുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ആഴ്ചയിൽ 10,000 എന്ന് പറഞ്ഞാല് മാസം 40,000 രൂപ. അങ്ങനെ 6 മാസം കൊണ്ട് 2,40,000 രൂപ. അതിന്റെ 15% 36,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയും കമ്പനി ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഈ 6 മാസം അത് എന്റെ ടീമിൽ മാക്സിമം ആൾക്ക് കിട്ടണം. ആ ഫ്രീ പ്രൊഡക്റ്റ് എന്റെ ടീമിൽ ആൾക്ക് കിട്ടണം. അത് പ്ലാൻ ചെയ്ത് ഒരാഴ്ചയിൽ ഒരു 1,250 രൂപയുടെ റീപർച്ചേസ് നടക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കവചപ്രാശം വാങ്ങിയ ഓൾമോസ്റ്റ് അതായി, ഒരു ബേസ് കൂടി വാങ്ങിയ 1,250 ആയി. ഇതേപോലെ ഒരു ടീമിനകത്ത് എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് 1,250 പർച്ചേസ് നടത്തിക്കാം? മാസം 5,000 ആയില്ലേ? എത്ര പേർക്ക് 2,000 പർച്ചേസ് നടത്താൻ പറ്റും? അത് ചെയ്യിക്കുക. 5,000 പേർക്ക് 5,000 ചെയ്യിക്കുക. അങ്ങനെ തന്റെ ടീമിനകത്ത് താഴേക്ക് നോക്കാൻ ഓരോ ലീഡേഴ്സും തയ്യാറാവുന്നുണ്ടെങ്കിൽ, ഉയർന്നു പറക്കുന്ന പരുന്തുകൾ താഴെ നടക്കുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ ടീമിന്റെ ഡെപ്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ റീപർച്ചേസ് ഏറ്റവും ശക്തമായി ചെയ്യാൻ നിങ്ങൾ ഓരോ ടീമിനും കഴിയും. അത് ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ കഴിവല്ല, ഒരു ലീഡർ കഴിവാണ്. ആ താഴേക്ക് തട്ടായി നോക്കി മാക്സിമം ആളുകൾ കൊണ്ട് റീപർച്ചേസ് പ്ലാൻ ചെയ്ത്, സാർ എന്റെ ടീമിൽ ഈ മാസം 5 ലക്ഷം രൂപ റീറ്റെയിൽ നടന്നിട്ടുണ്ട്, 10 ലക്ഷത്തിന് റീറ്റെയിൽ നടന്നിട്ടുണ്ട്, റീപർച്ചേസ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ലീഡേഴ്സിന് കഴിയണം. അത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ 6 മാസക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ റീപർച്ചേസ് ചെയ്യുന്ന ലീഡേഴ്സിനെ നമുക്ക് ഒന്ന് ആദരിക്കണം. അതിനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. അപ്പോ റീപർച്ചേസ് പ്രൊമോട്ട് ചെയ്യേണ്ട ഈ വരുന്ന 6 മാസക്കാലത്തെ കുറിച്ച് എല്ലാ ലീഡേഴ്സും നല്ല ഓർമ്മയുണ്ടാവുക. ഈ റീപർച്ചേസ് നന്നായി ചെയ്യുന്ന സമയത്ത് ഇത് മുഴുവൻ ഉപയോഗിച്ച് തീർക്കാനാവില്ല, സ്വാഭാവികം കുറെ വിൽക്കേണ്ടി വരും. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആവറേജ് ഒരു 30% റീറ്റെയിൽ പ്രോഫിറ്റും പ്ലസ് 15% ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന അതിന്റെ മൊത്തം എമൗണ്ടും അയാളുടെ പ്രോഫിറ്റാണ്. 15% കിട്ടുന്ന പ്രൊഡക്റ്റ് ഫുൾ ഫ്രീ ആയി കിട്ടുന്നതല്ലേ? അത് വിൽക്കുന്നത് നിങ്ങൾ ഏത് റേറ്റ് വിട്ടാലും ആ കിട്ടുന്നത് മുഴുവനും പ്രോഫിറ്റാണ്. ആവറേജ് 30% പ്ലസ് 15% ഫുൾ പ്രോഫിറ്റ് എന്ന നിലയിൽ ഏറ്റവും മികച്ച റീറ്റെയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ടീമിൽ കൊടുവള്ളിയിൽ അസ്മാടോ ഈ ബിസിനസ് വന്ന് തുടക്കകാലത്ത് നന്നായി റീറ്റെയിൽ ചെയ്തിട്ട് ഒരു ദിവസം ഒരു മീറ്റിംഗിൽ നിന്ന് വിളിച്ചു പറയാണ്, സാർ ഞാൻ റീറ്റെയിൽ ചെയ്ത് ലാഭം കൊണ്ടുവച്ച് ഞാൻ സ്വന്തമായി ഒരു വള വാങ്ങി. പിന്നെ ഒരു ദിവസം പറഞ്ഞ്, സാർ ഞാൻ ഇപ്പൊ റിക്രൂട്ട്മെന്റ് തുടങ്ങി, റീറ്റെയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്, കിട്ടുന്ന പൈസക്ക് ഇത്തിരി സേവ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി. അങ്ങനെ
ഒരു 3 കൊല്ലം മുമ്പ് വാങ്ങിയ ബ്രേസ്ലെറ്റിന്റെയും അന്ന് വാങ്ങിയ ബാങ്കിളുടെ വളയുടെ ഒക്കെ ഇന്നത്തെ വില എന്തായിരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഈ 15% അല്ല 150% ആയിരിക്കും പ്രോഫിറ്റ്. ഗോൾഡിന്റെ വില എങ്ങനെയാണ് കൂടിയത്? ഏറ്റവും മികച്ച മേഖലയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അത് ആഗ്രഹം ഉണ്ടായിരിക്കാം. പൊതുവെ ഭാര്യമാര് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവോട് സ്വത്ത് വിറ്റ് കിട്ടിയ കാശ് 6 ലക്ഷം ഒരേപോലെ പങ്കുവെച്ചെടുത്തു. ഭർത്താവിന്റെ പൈസ ഭർത്താവിന് ചെലവാക്കാം, ഭാര്യയുടെ പൈസ ഭാര്യയ്ക്ക് ചെലവാക്കാം. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയെ പറഞ്ഞത്. ഭർത്താവ് 6 ലക്ഷത്തിന് ഒരു നല്ല കാറ് പോയി വാങ്ങി, ഭാര്യ 6 ലക്ഷത്തിന് പോയി സ്വർണവും വാങ്ങി. 5 കൊല്ലം കഴിഞ്ഞപ്പോ ഭർത്താവ് വാങ്ങിയ കാറിന് 4 വില, ഭാര്യ വാങ്ങിയ സ്വർണത്തിന് 4 ഇരട്ടി മൂല്യവും. ചില സമയങ്ങളിൽ സ്ത്രീകളുടെ ബുദ്ധി അവര് ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലവും വളരെ സേഫായ സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പം ഈ വരാൻ പോകുന്ന റീറ്റെയിൽ മഹോത്സവം, റീപർച്ചേസ് കാലഘട്ടം ഏറ്റവും മനോഹരമായി എന്റെ ടീം ഉപയോഗപ്പെടുത്തണം എന്ന് എല്ലാ ലീഡേഴ്സിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. റീടെൻഷൻ, ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, അങ്ങനെ എത്രയും ഫ്ലെക്സിബിൾ ആവുക, വന്നവരെ മുഴുവൻ നിലനിർത്തുക, ഇന്നലെ വിട്ടുപോയവരെ വീണ്ടും പോയി കാണുക. ഇനാക്ടിവിസ്റ്റ്, ഇന്നലെ നമ്മളെ കൂടെ വന്ന് വിട്ടുപോയവർ, അവർക്ക് ആഗ്രഹമില്ലട്ടല്ല, നടക്കല തോന്നിപ്പോയതാ, അവരൊക്കെ പോയി കണ്ട് കമ്പ്യൂട്ടർ ഡെവലപ്മെന്റും അതിന്റെ ഫ്യൂച്ചറൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ഇനാക്ടിവിസ്റ്റ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, കൂടെ വന്ന് പ്രവർത്തിക്കുന്ന ആൾക്ക് എപ്പോഴും ദിശാബോധം കൊടുക്കാൻ, പുതിയ പുതിയ അറിവ് കൊടുക്കാൻ, ഒരു ടാർഗറ്റ് വെക്കാൻ, ഇവാലുവേഷൻ നടത്താൻ, ലൈവ് ആക്കാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്. ഇനാക്ടിവിസ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്. ഇത് ലീഡർഷിപ്പ് ഉള്ളവർക്ക് ലീഡേഴ്സ് മീറ്റ്. അതോടൊപ്പം തന്നെ ഓരോ ആഴ്ചയിലും ടീമിൽ നടക്കേണ്ട ഹോം മീറ്റുകളെ കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്, അവരെ കൊണ്ടുപോയി FS കേൾപ്പിക്കാനുള്ള സൗകര്യങ്ങൾ. എല്ലാ മാസവും നമ്മൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു മെഗാ FS നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടത്തി. ഈ മാസം ജൂൺ 1-ാം തീയതി ഒരു പ്രൊഡക്ട് ട്രെയിനിങ് ആയിട്ട് നടത്തുന്നത്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഡയമണ്ട് ലീഡർ അനൂപ് സാറാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാവാം, പ്ലാന്റെ കാര്യത്തിലാവാം, സിസ്റ്റത്തിന്റെ കാര്യത്തിലാവാം, ഈ ഇൻഡസ്ട്രിയുടെ ബിലീഫ് ആവാം, ഏതും ആയിക്കോട്ടെ. അത്തരം പ്രോഗ്രാമുകൾ ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷനുകളിലേക്ക് കമ്പനി GTS ഉള്ള എല്ലാ ജില്ലകളിലും ചെന്ന് നമ്മൾ ടോട്ടൽ ടീമിനെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് അവിടെയൊക്കെ AIG ടീം മീറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 11-ാം തീയതി കണ്ണൂർ ഡേറ്റ് കണ്ടത്, അത് കൺഫേം ആയെന്ന് എനിക്കറിയില്ല. അവിടെ ലീഡേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അറിയിക്കും. AIG കണ്ണൂർ, AIG വയനാട്, അവിടെ ടോട്ടൽ നമ്മൾ എല്ലാ ടീമും ഒരുമിച്ച് കൂടും. അവിടുത്തെ ഏറ്റവും വലിയ ടീം ആരാണോ ആ ടീം ലീഡറാണ് ചുമതലപ്പെടുത്തുക മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നേരത്തെ അറിയിക്കും. എല്ലാ ജില്ലകളിലും ഒരുമിച്ച് നിൽക്കുക, കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ, ഒരുമിച്ച് ചേർന്ന് നിൽക്കുക നമ്മൾ. എന്നിട്ട് കണ്ണൂർ AIG മീറ്റ്, വയനാട് AIG മീറ്റ്, മലപ്പുറം AIG മീറ്റ്, പാലക്കാട് AIG മീറ്റ്, തൃശ്ശൂർ AIG മീറ്റ്. അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി തിരിച്ചു പോകുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ ഇല്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് റെഗുലറായി GTS സെന്ററിലേക്ക് പോകാനും, GTS സെന്ററുകളിൽ എല്ലാ മാസവും കമ്പൾസറി ഈ ഓരോ ജില്ലയിൽ ഉണ്ടാക്കുന്ന ഒരു കോർ കമ്മിറ്റി, AIG ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കും ഓരോ ജില്ലയിലും. ആ ജില്ലയിലെ ആ കോർ കമ്മിറ്റി അവിടെ FS നടത്താൻ തീരുമാനിക്കും. ആ FSലേക്ക് ഇവിടുത്തെ ലീഡേഴ്സിനെ നമ്മൾ വിടും. തൽക്കാലം അതത് ജില്ലയിൽ ലീഡേഴ്സ് ഡെവലപ്പ് ആവുന്നവരെ WTC ലീഡേഴ്സും ITC ലീഡേഴ്സും CTC ലീഡേഴ്സും ഒക്കെ ഇവിടെ നമ്മൾ എത്തിക്കൊള്ളൂ. അപ്പൊ കണ്ണൂരിൽ നിന്ന് രാജേഷ് സാർ വിളിച്ചു പറയാണ്, സാറേ അടുത്ത മാസം ഇന്ന ദിവസവും അല്ലെ 14-ാം തീയതി നമ്മൾ ട്രെയിനിങ് പ്ലാൻ ചെയ്തിട്ട് സാർ ഒരാളെ പറഞ്ഞേക്കണം പറഞ്ഞാൽ ഇതാ അത് ശൈലേഷ് ബാല സാർ വരും, അല്ലെ സുബീഷ് സാർ വരും, അല്ലെ ഭവനേഷ് സാർ വരും, അല്ലെ പ്രതീഷ് കാവൽ സാർ വരും. ആളെങ്ങോട്ട് പറഞ്ഞേക്കും. ആദ്യത്തെ റൗണ്ട് ഞാൻ പോകുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും പോകണം. ബാക്കിയെല്ലാം അതിനുശേഷം നമ്മുടെ ലീഡേഴ്സ് വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും ഒരു ഹാൻഡിൽ ചെയ്തോളൂ. അവർ വരുന്നത് ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗമായിട്ടല്ല, ടീം AIGയുടെ മുഖമായിട്ടാണ് വരിക. സുബീഷ് സാർ ടീമിലേക്കും ശൈലേഷ് സാർ ടീമിലേക്കും ചുരുങ്ങിയിട്ടല്ല വരിക. AIGയുടെ മുഖമാണ് അവരോട്. അവിടെ അവരുടെ ടോട്ടൽ ടീം AIG ആണ്. അത്തരത്തിൽ എല്ലാ ജില്ലകളും പ്രസന്റേഷൻ, എല്ലാ ജില്ലയിലും നമ്മൾ FS. അപ്പോ മലപ്പുറത്തുള്ള ആൾ പറയാം, സാറേ ഞങ്ങൾക്ക് എല്ലാ മാസവും FS വേണോ? വേണ്ട, എല്ലാ ആഴ്ചയും വേണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറഞ്ഞേക്കും. അതിങ്ങനെ എല്ലാ ജില്ലകളിലും
FS നടത്താൻ, അതേപോലെ ജില്ല വിട്ട് മെഗാ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ, ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ വലുതാക്കാൻ അതിർത്തികൾ വലുതാണോ? മൊത്തം കുപ്പിയിലാക്കിയാൽ കുപ്പിയോടെ വളരുള്ളൂ, പിന്നെ കുപ്പി പൊട്ടണോ? ആ ഫ്രെയിം പൊട്ടത് പിന്നെ വളർച്ചയില്ല. നമ്മൾക്ക് എക്സ്പാൻഷന്റെ സമയമായി, അതിർത്തികൾ വലുതാക്കേണ്ട സമയമായി. അതിന് കുറച്ച് ചെലവ് കൂടുതലായിരിക്കും, അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്പെയിനില് രാജാവിനെ കണ്ട് ഒരു നെയ്ത്തുകാരൻ എന്ന് പറയാണ്, അയാള് സാഹസികനായുള്ള ഒരു നാവികനാണ്. അയാൾ പറയാണ്, എനിക്കൊരു രാജ്യം കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ട്, എനിക്കൊരു യാത്ര പോകണം, പക്ഷെ കൈ പൈസ ഇല്ല. മഹാരാജൻ, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം. മഹാരാജാവ് പറഞ്ഞു, അങ്ങനെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞ് പൈസ എടുത്ത് തരാൻ ഖജനാവിൽ വെറുതെ പൈസ ഇറക്കണില്ല, അങ്ങനെ നീ ഒരു ഒന്നും കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അപ്പുറം മറഞ്ഞു നിൽക്കുന്ന രാജ്ഞി രാജാവിനെ വിളിച്ച് പറഞ്ഞു, മഹാരാജൻ, അയാളുടെ സംസാരത്തിലുള്ള കോൺഫിഡൻസ് കണ്ടിട്ട് അയാൾ രാജ്യം കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ കൊടുക്കണോ? സ്പെയിന് നഷ്ടപ്പെട്ടാൽ ഒരു ഇത്തിരി പണം മാത്രമേ പോവുള്ളൂ, പക്ഷെ ഒരു രാജ്യം കണ്ടുപിടിച്ചാൽ നമ്മുടെ അതിർത്തികൾ വലുതാവും. അങ്ങനെ ആ നാവികന് പണം കൊടുക്കുകയും അയാൾ അടുത്ത രാജ്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന കഥ. അതിർത്തികൾ വലുതാക്കണം. അടുത്ത ജില്ലകളിലേക്കും അടുത്ത സ്റ്റേറ്റിലേക്കും ഒക്കെ നമ്മളെ ബിസിനസ് വ്യാപിപ്പിക്കേണ്ട സമയമായി. അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ കാണുന്നത്. അതുകൊണ്ട് ഈ FS കേൾക്കണമെങ്കിൽ, ഒരു മെഗാ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ കോഴിക്കോട് തന്നെ വരണമെന്ന് ഒരു ജില്ലക്കാരും വിചാരിക്കണ്ട. ഞങ്ങൾ അങ്ങോട്ട് വരൂ, നിങ്ങൾ അവിടെ നിന്നാൽ മതി. എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ലീഡേഴ്സ് എത്തും. ഒന്നുകിൽ ബെല്ലി എത്തും, അല്ലെങ്കിൽ ബെല്ലി ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെത്തും. ആ യൂണിറ്റോട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൽ ഏത് ലീഡർക്ക് അവിടെ ടീമുണ്ട് ടീമില്ല അതൊന്നും പ്രശ്നമില്ല. AIGയുടെ പതാകയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും AIGയുടെ പട്ടാളക്കാരെത്തും, കമാൻഡർ എത്തിച്ചിരിക്കും. അപ്പോ കോമ്പറ്റീഷൻ അവസാനിപ്പിച്ച് കൊളാബറേഷന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഫോറിൻ ട്രിപ്പുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരാഗ്രഹമാണ്, ആദ്യം ഇങ്ങോട്ട് പങ്കുവെക്കുകയാണ്. ഫെബ്രുവരി മാസം STC ആൻഡ് അബവ് ലീഡേഴ്സിന് ഒരു ഫോറിൻ ട്രിപ്പ് വെച്ചാലോ എന്ന് ഒരു ആലോചന നേരത്തെ പറഞ്ഞല്ലോ, ബാങ്കോക്കിലേക്ക്. അത് ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു വിശ്വാസം വരുന്നില്ലെന്ന് എനിക്കൊരു സംശയം. ഒരാൾക്ക് വിശ്വാസമുണ്ട്, എന്ന് വെച്ചാൽ ഒരാൾക്ക് തള്ളലാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മുൻപേ NTC ലീഡേഴ്സിനെയും കൂട്ടിയിട്ട്, കോൺടസ്റ്റ് ഒന്നുമില്ല, കയ്യിൽ നിന്ന് പൈസ എടുത്ത് NTCനെയും കൂട്ടിയിട്ട് ഒരു NTC മീറ്റ് അങ്ങ് മലേഷ്യയിൽ കോലാലംപൂർ വെച്ചാലൊന്ന് ആലോചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഒക്ടോബർ നവംബർ ഒരു പോക്ക് പോകട്ടാ, വെറുതെ ഒരു മീറ്റിംഗ് കോലാലംപൂർ വെച്ച് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടുന്ന് ലീഡേഴ്സ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വെള്ളി സാർ പറഞ്ഞ റെഡിയാണ്, കൊണ്ടുപോകാനുള്ള പ്ലാൻ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ആലോചന ഉണ്ട്. ലീഡേഴ്സിനോട് ഒന്നുകൂടി ആലോചിക്കട്ടെ. അപ്പോ വിദേശ യാത്രകൾ നിങ്ങളെ കൊണ്ടുപോകുന്ന മുമ്പ് ലീഡേഴ്സുമായി അവിടെ കറങ്ങി പോകാനുള്ള സാഹചര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ കറങ്ങി കാണാനും മരിച്ചു പോകുന്ന സമയത്ത് കുടുംബത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്കും, അതോടൊപ്പം തന്നെ നാച്ചുറൽ ഡെത്തിന് പോലും ഒരു തുക കൊടുത്ത് സംരക്ഷിക്കാമെന്ന് നമ്മളെ കമ്പനി പറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചും പഠിപ്പിച്ചും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തു. റീറ്റെയിലിംഗ് ദിവസ വരുമാനത്തിന് ആളെ പ്രേരിപ്പിച്ചുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഈ ഒരു വൈകിയ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഏതായാലും ഈ വരുന്ന ഒരാഴ്ച കാലത്തേക്ക് കണ്ടിന്യൂസ് ആയി ഓരോ ലീഡേഴ്സിന്റെ ഒരു വിഷനും ഒരു സബ്ജക്റ്റും ചേർത്ത് ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതിനകത്ത് മാക്സിമം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടക്കമിട്ട അങ്ങനെ ഒരു ആശയം നമ്മുടെ മുമ്പിലേക്ക് വെച്ച ശൈലേഷ് ബാലൻ സാർക്ക് ഒരു നന്ദി പറയാൻ നിങ്ങളൊക്കെ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്.